ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗ്സ് ഫോർ ഹാപ്പി ഡേ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ മറ്റൊരു വിഷുക്കാലം കൂടി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഏതൊരു മലയാളിക്കും വിഷുക്കണിയും വിഷു കൈനീട്ടവും പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണല്ലോ വിഷുനാളിലെ വിഷു സദ്യ എന്നതും. അപ്പോൾ ഈ തവണത്തെ വിഷു സദ്യയ്ക്ക് പപ്പടവും പഴത്തിൻ്റെയും കൂടെ നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷു സദ്യ അടിപൊളിയാകില്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ മാങ്ങാപ്പച്ചടിയാണ് കേട്ടോ. മാങ്ങാപ്പച്ചടിയാണെന്ന് പറഞ്ഞ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതൊരു സ്പെഷ്യൽ മാങ്ങാപ്പച്ചടിയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിഷുവിന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഒരു മാങ്ങ വേണം, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കറിവേപ്പില, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവ, പിന്നെ ഒരു 1/4 മുറിയോളം വരുന്ന തേങ്ങ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ മെയിനായിട്ട് വേണ്ടത് കടുകാണ് കേട്ടോ. പിന്നെ നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മാങ്ങ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം. അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ പൊടി ഐറ്റംസ് ആയിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അല്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ചേരുവയായിട്ട് തേങ്ങ കൊണ്ടുള്ള ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറിയോളം വരുന്ന തേങ്ങ തിരുകിയെടുക്കാം. ഇതിപ്പോൾ ഒരു മാങ്ങ ആയതുകൊണ്ടാണ് 1/4 മുറി തേങ്ങ എടുക്കുന്നത്. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടാം. ശേഷം തിരികെയെടുത്ത തേങ്ങയും അതിലേക്ക് കുറച്ച് പച്ചക്കടുകുകളും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം കേട്ടോ. നന്നായി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കൊന്ന് പാകപ്പെടുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്തേക്ക് നമുക്കിനി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ശരിക്കും പറ്റും. അതിന് ശേഷം നമുക്ക് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കുറച്ച് കടുക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു നുള്ള ഉലുവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു ബ്രൗണിഷ് കളറാകുന്ന വരെ നമ്മൾ കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. വളരെ കുറച്ച് സമയം മാത്രം മതി മാങ്ങ വേവാനായിട്ട്. ഒരുപാട് സമയങ്ങളൊന്നും അതിന് വേണ്ടി എടുക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ നല്ല അരപ്പില്ലേ, ആ അരപ്പ് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചേക്കാണ്. എന്നാൽ ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. കുറച്ച് കുറുകിയ രീതിയിൽ ഇരിക്കേണ്ട കറിയാണ് കേട്ടോ ഇത്. ഇനി ഒന്ന് തിളച്ചിങ്ങനെ കഴിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം.
അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പോൾ ഈ വിഷുവിന് തന്നെ നിങ്ങൾ സദ്യക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.